ജനഹൃദയങ്ങളിലെ ജ്വലിക്കുന്ന ഓർമ്മയാവുകയാണ്. പക്ഷേ ഇനിയും ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇപ്പോഴും അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്നത്, ഇപ്പോഴും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ചെറിയ കുട്ടികളടക്കം, സ്ത്രീകളടക്കം രാത്രിയോ പകലോ ഭേദമില്ലാതെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഇപ്പോൾ ഈ VS കടന്നു വരുന്ന, അദ്ദേഹം ഒരിക്കൽ നടന്നുപോയ ആ വഴികളിലൊക്കെ കാത്തു നിൽക്കുന്നത് ആ ഒരു സ്നേഹവായ്പ കൊണ്ടാണ്. പ്രിയ സഖാവിനെ പിരിയാൻ മടി കാണിക്കുകയാണോ നാടെന്ന് തോന്നിപ്പിക്കുമാറാണ് ഓരോരുത്തരുടെയും കാത്തുനിൽപ്പ്. ഇന്നലെ വൈകുന്നേരം 7 മണി മുതലൊക്കെ വന്നു നിന്ന് ഈ കാത്തുനിൽപ്പ് തുടരുന്ന ആൾക്കാരുണ്ട്. പല ഇടങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അദ്ദേഹത്തെ സ്നേഹിച്ച, അദ്ദേഹം അവരിലേക്ക് എത്തിച്ച ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഓർക്കാനും ഒരു ചെറിയ തലമുറയ്ക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കാനുമുള്ള ശ്രമത്തിലാണ് മുതിർന്ന ആൾക്കാർ അവിടെ കുഞ്ഞുങ്ങളുമായി എത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ ഇഞ്ചും കടക്കാൻ ഈ ഒരു വിലാപയാത്ര പണിപ്പെടുകയായിരുന്നു കഴിഞ്ഞ രാത്രി മുതൽ. സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട പ്രയാണം കഴക്കൂട്ടം വരെയുള്ള 14 കിലോമീറ്റർ മാത്രം താണ്ടാനെടുത്തത് 5 മണിക്കൂറാണ്. ആറ്റിങ്ങൽ എത്തിയതോടെ ചിത്രമാകെ മാറുകയും പാതിരാവിൻ്റെ മയക്കവും മറന്നു ജനം തിളച്ചു മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ ഇവിടെ അവസാനിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനെ എങ്ങനെ നേരിട്ടു, അത് എങ്ങനെയാണ് വരും തലമുറയ്ക്കൊരു പാഠമാകുന്നത് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ VS വിടവാങ്ങുന്നത്. VSന് തുല്യം VS മാത്രമാണ്. കാരണം VS ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, VS കടന്നുപോയിരുന്ന പ്രതിസന്ധികൾ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി ഉദയം ചെയ്ത കാലത്താണെങ്കിലും അദ്ദേഹത്തെ CPയുടെ പോലീസ് തല്ലിച്ചതച്ച കാലത്താണെങ്കിലും ഒക്കെ അദ്ദേഹം നേരിട്ട ആ ഒരു പ്രതിസന്ധികളെല്ലാം മനുഷ്യ സ്നേഹത്തിലേക്കുള്ള ഒരു പാതയായി വെട്ടിത്തുറന്ന ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന രീതിയിലാണ് ഈ ഒരു ജനസഞ്ചയം ഓരോ ഇടങ്ങളിലും കാത്തു നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായി ഒരു കള്ളനോട് സ്നേഹം തോന്നുന്നത് VSൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ VSനെ മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന ആ ഒരു ഓർമ്മയിലാണ്. അദ്ദേഹം ആ ഘട്ടത്തിലൊക്കെ അനുഭവിച്ച വേദനയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനെടുത്ത സമയവും ഒക്കെ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകാത്ത ചില ഘട്ടങ്ങളാണ്. പലപ്പോഴും കമ്മ്യൂണിസം എന്താണെന്ന ചോദ്യമൊക്കെ ഉയരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ്, സഹജീവിയോടുള്ള സ്നേഹമാണ്. അതിനപ്പുറം അതിനൊരു നിർവചനം കൊടുക്കാനില്ല എന്ന് കാണിച്ചു തന്ന നേതാവാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ അപൂർണതകൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവാം. പക്ഷേ അതിനപ്പുറമായി അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആശയങ്ങളുമൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ജനങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺരാജ് അവിടെ തുടരുന്നുണ്ട്. അരുൺ, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാന ഘട്ടങ്ങളിൽ പോലും പുതിയ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ബോധമുള്ള കാലത്ത്, അദ്ദേഹം ഏറ്റവും ആരോഗ്യം നശിച്ച് ബോധം നഷ്ടപ്പെട്ട ബോധരഹിതനായ ആശുപത്രിയിൽ കിടക്കുന്ന കാലത്തൊഴികെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അദ്ദേഹം കാണിച്ചിരുന്ന ഒരു ത്വര. പലപ്പോഴും ഒരു കർക്കശക്കാരനായ നേതാവാണ് അദ്ദേഹം, ഒരു ഫ്ലെക്സിബിളായുള്ള നേതാവല്ല എന്നൊക്കെ നമ്മൾക്ക് ചിലരെങ്കിലും ചില ഘട്ടങ്ങളിൽ കരുതിയിരുന്നെങ്കിലും കേരളത്തെ സ്മാർട്ടാക്കാനുള്ള ആദ്യ നീക്കമെടുത്തവരിൽ ഒരു നേതാവായിരുന്നല്ലോ VS അച്യുതാനന്ദൻ. സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയം, അതേപോലെ തന്നെ IT റെവല്യൂഷൻ, ഇതിലേക്കൊക്കെ കേരളത്തെ കൊണ്ടുവരണം. ഒരിക്കലും VS അച്യുതാനന്ദനെ പോലെ ആ കാലഘട്ടത്തിൽ 1920കളിലും 30കളിലും ഒക്കെ ബാല്യവും കൗമാരവും ചെറുപ്പവും യൗവനവും ഒക്കെ പിന്നിട്ട ഒരു നേതാവ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് ഒരുപക്ഷെ കേരളം കരുതിയിരുന്നില്ല. പക്ഷേ കേരളത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, വിദേശത്തു നിന്നുള്ളവരെ പോലും എക്സ്പേർട്സിനെ വിളിച്ചു വരുത്തി അവരുമായി അത് സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ, കേരളം ഇങ്ങനെയാണോ, അത് ഏത് രീതിയിലാണ് ഇനി ഭാവി കേരളം ഉണ്ടാകേണ്ടത്, ആ തരത്തിലൊക്കെയുള്ള ചർച്ചകൾ നടത്താനും ഒരേ സമയം തന്നെ, അത് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല പരിസ്ഥിതിക്ക് വേണ്ടിയാണെങ്കിലും എവിടെയാണോ നീതികേട് കാണുന്നത് അവിടെയെല്ലാം ചോദ്യമുയർത്തിയിരുന്ന ഒരു നേതാവെന്ന നിലയിൽ ജനഹൃദയങ്ങളിലേക്ക് നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണല്ലോ ഈ VS എന്ന് പറയുന്ന രണ്ടക്ഷരം. തീർച്ചയായും ക്രിസ്റ്റീന, മനുഷ്യത്വമുള്ള കമ്മ്യൂണിസ്റ്റ്, മനുഷ്യത്വമുള്ള നേതാവ്, അതിനപ്പുറം VSനെ അടയാളപ്പെടുത്തുന്നത് മികച്ച ഭരണാധികാരി എന്നുള്ളതാണ്. കാരണം
കേരളത്തിന്റെ വികസനത്തിന്, കേരളത്തിന്റെ IT വികസനത്തിന്റെ നാഴികക്കല്ലായ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത് VS ആണ്. VS ഇന്നലെ ജോസഫ് സി മാത്യുവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ടായിരുന്നു. കാരണം VSുമായി ഒരു യാത്ര എറണാകുളത്തേക്ക് നടത്തുന്നു. അവിടെ ഒരു IT പാർക്ക് സന്ദർശിക്കുകയാണ് ആദ്യമായി അദ്ദേഹം ചെയ്യുന്നത്. ഈ IT പാർക്ക് സന്ദർശിക്കുന്ന വേളയിലാണ് VS ഇത് എന്തുകൊണ്ട് ഇത്ര കുറച്ചുകൂടി വിശാലമായി കേരളത്തിന്റെ ഭൂപടത്തിൽ സാധ്യമാക്കിക്കൂടാ എന്ന ചോദ്യം VS ചോദിച്ചു. ഒരുപക്ഷെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള VS അത് എങ്ങനെയാണ് അത് പിന്നീട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായ പ്ലാൻ VSന് മുമ്പാകെ ഉണ്ടായിരുന്നു. അങ്ങനെ VS കേരളത്തിന്റെ IT വികസന രംഗത്ത് സമാനതകളില്ലാത്ത ഒരു മാറ്റമാണ് പിന്നീട് കൊണ്ടുവന്നത്. IT മേഖലയുടെ ആദ്യ ചുവടുവെപ്പ് തന്നെ VSന്റെ കാലഘട്ടത്തിലായിരുന്നു. ഒരു IT നയം തന്നെ രൂപീകരിക്കുന്നതിൽ VS എടുത്ത ഒരു പങ്ക് അത് എക്കാലവും സ്മരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇന്നലെ നമ്മളോട് സംസാരിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു VS അക്കാര്യത്തിൽ കാണിച്ച ഒരു ഉത്കണ്ഠയും അതുമായി ബന്ധപ്പെട്ട ആകാംക്ഷയും. പിന്നീട് ഈ കേരളത്തിന്റെ IT വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പല ചർച്ചകളിലും അദ്ദേഹം വളരെ കാര്യക്ഷമമായി അത് ഇടപെടുകയും അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും വളരെ ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്തു. VSന്റെ ഭരണാധികാരിയെ മറ്റൊന്നോർക്കുമ്പോൾ ഈ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. കയ്യേറ്റങ്ങൾ എവിടെയുണ്ടായാലും VS അവിടേക്ക് ഓടിച്ചെല്ലുകയും അവിടെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പലപ്പോഴും അദ്ദേഹത്തിന്റെ മുമ്പിൽ പാർട്ടി അച്ചടക്കത്തിന്റെ വാൾ ഓങ്ങിയെങ്കിൽ പോലും VS അതൊന്നും കാര്യമാക്കിയില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി എവിടെയും ഇറങ്ങിച്ചെല്ലുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു VS എന്ന ആ മനുഷ്യന്റെ എക്കാലത്തെയും ചിന്തയും നടപടികളുമെല്ലാം. അതുകൊണ്ടാണ് VS ഈ കണ്ട ജനത്തെ ഇത്രയും തന്റെ മനസ്സിലേക്ക്, തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുകയും അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്തത്. നമ്മൾ കരുതുന്നത് പോലെ ഒരു നേതാവ് അത് അത്രമേലാഴത്തിൽ ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഇടയില്ല. കാരണം EMSും AKGയും നയനാരും ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ കടന്നുപോയ പാത, ആ പാതയിൽ VS എന്ന രണ്ടക്ഷരം അത് കേരളത്തിന് സമാനതകളില്ലാത്ത സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു വേദനയായി മാറുകയാണ്. കാരണം 101 വയസ്സ് കഴിഞ്ഞ് 102 വയസ്സ് അത് പിന്നിടുമ്പോഴും VS ജീവിച്ചിരിക്കുന്നു. തങ്ങളുടെ പ്രതീക്ഷയാണ് VS എന്നുള്ളതായിരുന്നു എക്കാലത്തെയും പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമായി പലപ്പോഴും പലരും കണ്ടത്. ഒരു വേളയിൽ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരക ഘട്ടത്തിൽ മുഖ്യ പ്രചരണത്തിന്റെ ചുമതലയിൽ നിന്നും VSനെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് ഈ മാധ്യമപ്രവർത്തകർ അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് VSനെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ പ്രചാരകരിൽ നിന്ന് മാറ്റുന്നത്? അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: VSനെ തടയുവാൻ ആർക്കും കഴിയില്ല, പാർട്ടിക്കും കഴിയില്ല, ജനങ്ങൾക്കും കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല എന്നുള്ളതാണ്. ആരാണ് VS എന്ന ചോദ്യത്തിന് അതാണ് ഉത്തരം. കാരണം ജനങ്ങൾ എവിടെയുണ്ടോ, ജനങ്ങൾ എവിടെ കൂടുന്നോ അവിടെയെല്ലാം VS ഉണ്ടാകും. VSനെ അവിടെ ആരും വിലക്ക് കൽപ്പിക്കാൻ കഴിയില്ല. ആൾക്കൂട്ടമായിരുന്നു VSന്റെ എക്കാലത്തെയും വലിയ ബലം. ആൾക്കൂട്ടത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാക്കിക്കുറുക്കിയ വർത്തമാനങ്ങളിലൂടെ, നീട്ടിപ്പരത്തിയ വർത്തമാനങ്ങളിലൂടെ ആ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് VS എക്കാലവും സ്വീകരിച്ചത്. VSന്റെ വിമർശന ശരങ്ങൾ ഏൽക്കാത്ത പോയ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ നേതാക്കളെല്ലാം കുറവാണ്. പക്ഷേ അവർക്കൊന്നും VSനോട് അത്ര വലിയ പരിഭവം ഉണ്ടാകാനിടയില്ല. കാരണം VS അങ്ങനെ വെട്ടിത്തുറന്ന് പറയുകയും വളരെ വ്യക്തമായി കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് VSന്റെ നിലപാടും VSന്റെ ഭാഷയും എല്ലാവരും ഹൃദയത്തോടെ തന്നെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് എല്ലാ കാലഘട്ടത്തിലും കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം, ഈ പൊതുസമൂഹം ഇങ്ങനെ ഇറങ്ങി ഈ മഴയത്തും ഈ തോരാത്ത മഴയത്തും അദ്ദേഹത്തെ യാത്രയയക്കുവാൻ, മടങ്ങിവരവില്ലാത്തൊരു യാത്രയിൽ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ